അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാൻ പോരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരത്തിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന പ്രഖ്യാപനങ്ങൾക്കിടയിലും യാഥാർത്ഥ്യം മറ്റൊന്ന് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ മിസൈൽ കരുത്ത് പൂർണ്ണമായും തകർക്കാൻ അമേരിക്കയ്ക്ക് ഇനിയും ആയിട്ടില്ല. നശിപ്പിക്കപ്പെട്ടത് കേവലം 1/3 മാത്രമാണ്. ഭാഗികമായി തകർന്ന മിസൈലുകൾ ഇറാന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ ആയുധ ശേഖരത്തെ നമുക്ക് 3ആയി തരംതിരിക്കാം. പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടവ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുവരുന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ 1/3% മാത്രമാണ് പൂർണ്ണമായും ഉപയോഗശൂന്യമായിട്ടുള്ളൂ. പ്രധാനമായും തുറന്ന ലോഞ്ച് പാഡുകളും റഡാർ സംവിധാനങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തേത് ഭാഗികമായി തകർന്നവ. മറ്റൊരു 1/3 മിസൈലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ പൂർണ്ണമായും തകർന്നു എന്ന് പറയാനാവില്ല. ഇതിനെയാണ് പ്രതിരോധ വിദഗ്ധർ ഗൗരവത്തോടെ കാണുന്നത്. സാങ്കേതികമായി അല്പം അധ്വാനിച്ചാൽ ഇവയെ വീണ്ടും പൂർണ്ണമായ രീതിയിൽ യുദ്ധസജ്ജമാക്കാൻ ഇറാന് സാധിക്കും. മൂന്നാമത്തേത് സുരക്ഷിതമായ ശേഖരമാണ്. ബാക്കിയുള്ള 1/3 ശേഖരം ഇപ്പോഴും പൂർണ്ണമായും സുരക്ഷിതമാണ്. ഇറാന്റെ വിഖ്യാതമായ മിസൈൽ സിറ്റുകൾ, അതായത് ഭൂഗർഭ കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ ആധുനിക ബോംബുകൾക്ക് പോലും അവിടേക്ക് കടന്നു ചെല്ലുവാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകളെ പൂർണ്ണമായും തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാത്തത്? ഇറാന്റെ പക്കൽ മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ തദ്ദേശീയ സാങ്കേതിക വിദ്യയുണ്ട്. ഭാഗികമായി തകർന്ന മിസൈലുകളുടെ സെൻസറുകളോ എഞ്ചിനുകളോ മാറ്റിസ്ഥാപിക്കാൻ അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. മൊബൈൽ യൂണിറ്റുകൾ, അതായത് സ്ഥിരമായ കേന്ദ്രങ്ങളിലല്ല, മറിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോഞ്ചറുകളിലാണ് പല മിസൈലുകളും ഉള്ളത്. അത് ഉപഗ്രഹങ്ങൾക്കും ഡ്രോണുകൾക്കും കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മറ്റൊന്ന് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയാണ്. ഇറാൻ വികസിപ്പിച്ചെടുത്ത ഫതക് പോലുള്ള മിസൈലുകൾ അതീവ വേഗതയുള്ളവയാണ്. അവയുടെ പകുതിയോളം ഇപ്പോഴും ഇറാന്റെ പക്കൽ സുരക്ഷിതമാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ, അതായത് ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം നശിപ്പിക്കപ്പെടാത്തതിന്റെ പ്രധാന കാരണം അവയുടെ മിസൈൽ സിറ്റുകളാണ്. ഭൂമിക്കടിയിൽ ഏകദേശം 500 മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ടകൾ ആധുനിക ബങ്കബസ്റ്റർ ബോംബുകളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ്. ആയിരക്കണക്കിന് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കാൻ പാകത്തിലുള്ള ടണലുകൾ ഇതിനുള്ളിലുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസ് നിരീക്ഷിക്കുന്നത് ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ ഇപ്പോഴും സുരക്ഷിതമാണ് എന്നാണ്. റഷ്യൻ ചൈനീസ് സാങ്കേതിക സഹായത്തെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. ഭാഗികമായി തകർന്ന മിസൈലുകൾ വേഗത്തിൽ നന്നാക്കിയെടുക്കാൻ ഇറാന് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും രഹസ്യമായി സാങ്കേതിക സഹായം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം റിപ്പോർട്ടുകൾ ഉയർത്തുന്നുണ്ട്. ആധുനിക റഡാറുകളെ വെട്ടിക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഗൈഡൻസ് സിസ്റ്റവും പുതുക്കാൻ ഈ രാജ്യങ്ങളുടെ സഹായം ഇറാന് കരുത്തു പകരുന്നു. ഇറാന്റെ പക്കലുള്ള മിസൈൽ ശേഖരത്തിന്റെ ഒരു ഭാഗം ലെബനനിലെ ഹിസ്ബുള്ളയിലേക്കും യമനിലെ ഹൂതികളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ മണ്ണിലുള്ള മിസൈലുകൾ നശിച്ചാലും മേഖലയിൽ ഉടനീളമുള്ള അവരുടെ സഖ്യകക്ഷികളിലൂടെ പ്രത്യാക്രമണം നടത്താൻ അവർക്ക് സാധിക്കും. അത് ഇന്റലിജൻസ് ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. ഇറാന്റെ സൈനിക ശേഷി അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ പിഴവാണ്. മേഖലയിൽ ഇറാന് ഇപ്പോഴും വലിയ പ്രഹരശേഷിയുണ്ട്. ഭാഗികമായി തകർന്ന മിസൈലുകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ പശ്ചിമേഷ്യ വീണ്ടും കനത്ത പോരാട്ടങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇന്ന് ആധുനിക ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതും ഉറ്റുനോക്കുന്നതുമായ വിഷയമാണ് ഇറാന്റെ മിസൈൽ കരുത്ത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം കൈവശമുള്ള രാജ്യമായി ഇറാൻ മാറിയിരിക്കുന്നു. ഉപരോധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നേരിടുമ്പോഴും തദ്ദേശീയമായി എങ്ങനെ അവർ ഈ സൈനിക മുന്നേറ്റം നടത്തിയെന്നത് അത്ഭുതകരമാണ്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധമാണ് ഇറാന്റെ മിസൈൽ സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അന്ന് ഇറാഖിന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ ഇറാൻ ബുദ്ധിമുട്ടിയിരുന്നു. ഈ നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് അവർ നടന്നു നീങ്ങിയത്. ഉത്തര കൊറിയയുടെയും സാങ്കേതിക വിദ്യകൾ കടമെടുത്തു തുടങ്ങിയ ഇറാൻ ഇന്ന് അത്യാധുനികമായ രീതിയിൽ സ്വന്തം സാങ്കേതിക വിദ്യയിലേക്ക് വളർന്നിരിക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഖരത്തെ 3ആയാണ് തരംതിരിക്കുന്നത്. ഹ്രസ്വദൂര മിസൈലുകളാണ് ആദ്യത്തേത്. 300 മുതൽ 700 കിലോമീറ്റർ വരെ പരിധിയുള്ള ഫത്തെ 110 പോലുള്ളവ. ഇവ അതിവേഗം പ്രയോഗിക്കാൻ കഴിയുന്നവയാണ്. രണ്ടാമത്തേത് മധ്യദൂര മിസൈലുകളാണ്. ഷഹാബ് 3, ഗൈബർ ഷക്കാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഏകദേശം 2000 കിലോമീറ്റർ വരെ ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും. അതായത് ഇസ്രായേലും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള പ്രദേശം ഇവയുടെ പരിധിയിലാണ്. അടുത്തത് ഹൈപ്പർസോണിക് മിസൈലുകളാണ്.
ശബ്ദത്തേക്കാൾ 5 മടങ്ങ് അധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഫത്താഹ് മിസൈലുകൾ അടുത്തിടെ ഇറാൻ പുറത്തിറക്കിയിട്ടുണ്ട്. ലോകത്തെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. മിസൈലുകൾക്ക് പുറമെ ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ഇറാൻ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഷാഹിദ് ഡ്രോണുകൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാണ്. അതിനു പുറമെ ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ എന്നിവർക്ക് നൽകിയിരിക്കുന്ന മിസൈൽ സഹായം ഇറാന്റെ സ്വാധീനം മേഖലയിൽ വർദ്ധിപ്പിക്കുന്നു. എന്തിനാണ് ഇറാൻ ഇത്രയധികം മിസൈലുകൾ നിർമ്മിക്കുന്നത്? ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് ഡിറ്ററൻസ് അഥവാ പ്രതിരോധ തന്ത്രമാണ്. തങ്ങളെ ആക്രമിക്കാൻ മുതിരുന്ന ശത്രുക്കൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അമേരിക്കയുടെ സാന്നിധ്യവും ഇസ്രായേലിന്റെ ശത്രുതയും ഇറാന്റെ ഈ സൈനിക നയത്തെ സ്വാധീനിക്കുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ മിസൈൽ കരുത്ത് എന്നത് കേവലം യുദ്ധോപകരണങ്ങൾ മാത്രമല്ല, അത് അവരുടെ നിലനിൽപ്പിന്റെയും രാഷ്ട്രീയ ബോധ്യത്തിന്റെയും ഭാഗമാണ്. ഉപരോധങ്ങൾക്കിടയിലും സാങ്കേതികമായി അവർ കൈവരിച്ച നേട്ടം ലോകശക്തികളെ പോലും ചിന്തിപ്പിക്കുന്നുണ്ട്. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഇത്തരം ആയുധ മത്സരങ്ങൾ കുറയ്ക്കാൻ സാധിക്കൂ എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനിയെങ്കിലും ആ ഒരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ നടക്കട്ടെ.